ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജന്റീനയെ പരാജയപ്പെടുത്തി കൊളംബിയ. കോപ്പ അമേരിക്ക ഫൈനലിന് ശേഷം ഇരു ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയ ആദ്യ മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്കായിരുന്നു കൊളംബിയയുടെ ജയം. നായകൻ ജെയിംസ് റോഡ്രിഗസ് ആണ് കൊളംബിയയുടെ വിജയ ഗോൾ നേടിയത്. അർജന്റീനയ്ക്കായി ലൗച്ചിറോ മാർട്ടിനസ്, ജൂലിയൻ അൽവാരസ്, നിക്കോ ഗോൺസാലസ്, എൻസോ ഫെർണാണ്ടസ്, ലിയാൻഡ്രോ പരഡസ്, റോഡ്രിഗോ ഡി പോൾ, ലിസാൻഡ്രോ മാർട്ടിനസ്, ക്രിസ്ത്യൻ റൊമേറോ, നിക്കോളാസ് ഒറ്റമെൻഡി, ഗോൺസാലോ മുണ്ടിയൽ, എമിലി മാർട്ടിനസ് എന്നിവർ ആദ്യ ലെവലിലെത്തി. മത്സരത്തിന്റെ 25-ാം മിനിറ്റിൽ മൊസ്കോറയുടെ ഗോളിൽ കൊളംബിയ ലീഡെടുത്തു. ഈ ലീഡ് ആദ്യ പകുതിയിൽ കൊളംബിയ നിലനിർത്തി. എന്നാൽ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ അർജന്റീന മത്സരത്തിലൊപ്പമെത്തി. 48-ാം മിനിറ്റിൽ നിക്കോ ഗോൺസാലസ് ആണ് അർജന്റീനയ്ക്കായി ലക്ഷ്യം കണ്ടത്. എന്നാൽ 56-ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച ജെയിംസ് റോഡ്രിഗസ് കൊളംബിയയ്ക്ക് ലീഡ് നേടിക്കൊടുത്ത് വിജയമുറപ്പിച്ചു. ഇതോടെ കോപ്പ ഫൈനലിലേറ്റ തോൽവിക്ക് മറുപടി നൽകാൻ കൊളംബിയയ്ക്കായി. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 53% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് അർജന്റീനയായിരുന്നു. എന്നാൽ 13 ഷോട്ടുകൾ തൊടുത്ത അർജന്റീനയുടെ ഒറ്റ ഷോട്ട് മാത്രമാണ് ഓൺ ടാർഗറ്റിലുണ്ടായിരുന്നത്. 342 പാസുകൾ അർജന്റീന 85% കൃത്യതയോടെ പൂർത്തിയാക്കി. 9 ഷോട്ടുകളാണ് കൊളംബിയ തൊടുത്തത്, 5 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. 314 പാസുകൾ 82% കൃത്യതയോടെ കൊളംബിയ പൂർത്തിയാക്കി. ജയത്തോടെ ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ 16 പോയിന്റോടെ കൊളംബിയ ലോകകപ്പ് യോഗ്യതാ പട്ടികയിൽ 2-ാം സ്ഥാനത്തെത്തി. തോറ്റെങ്കിലും അർജന്റീന തന്നെയാണ് 1-ാം സ്ഥാനത്ത്. 8 കളികളിൽ 6 വിജയവും 2 തോൽവിയുമായി 18 പോയിന്റാണ് അർജന്റീനയ്ക്കുള്ളത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും.